രാവിലെ എല്ലാവർക്കും ആണോ? എല്ലാവരും രാവിലെ ഇന്ന് കന്നിമാസം 1-ാം തീയതിയാണ്. രാവിലെ എല്ലാവരും പരിപാടിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി കാണുമല്ലോ. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല ഇന്ന്. എന്താണെന്ന് വെച്ചാൽ രാവിലെ കുളിച്ചുള്ളൂ. കുഞ്ഞിനെ കൊണ്ട് അമ്പലത്തിൽ നിന്ന് പോകാനായിട്ട് സമയം കിട്ടിയില്ല. ദേവും രാവിലെ പോകണ്ടേ. ദേവ് 2 ദിവസമായില്ല എല്ലാവരും ഒന്ന് കണ്ടിട്ട്. മണി 8:30 ആകാറായി. അവർക്ക് ഇപ്പം പോകണം. അത് കാരണം അവർക്കൊരു സങ്കടം. 2 ദിവസമായി എല്ലാവരും ഒന്ന് മിണ്ടിയിട്ട് പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ രാവിലെ കാപ്പി കുടിക്കുന്നത് അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. രാവിലെ 1-ാം തീയതി ഇഡലി സാമ്പാറ് കാപ്പി അനുത്തി വെച്ചു. ഞങ്ങൾ ചിലവർ പറയും അച്ഛന് കൊടുത്തില്ല കഴിക്കാമെന്ന്. അച്ഛൻ ഇവിടുന്ന് 6 മണിക്ക് പോകുന്ന അച്ഛനാണ്. എങ്ങനെ കഴിക്കും 6 മണിക്ക് പോകുന്ന അച്ഛന്? അച്ഛൻ അന്നേരം പറയും രാവിലെ അച്ഛൻ പുറത്തു നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചോളാം, അല്ലെങ്കിൽ ഒരു ചായ കുടിച്ച് എന്തെങ്കിലും ഒരു കടി കഴിച്ചോളാം എന്ന് പറയും. ഉച്ചയ്ക്ക് വരുമ്പോൾ ചോറ് മതി എന്ന് പറയും. മോനാണെങ്കിൽ ഇപ്പം ജിമ്മിൽ പോയിട്ട് വന്നു. ഇനി അവൻ്റെ കുളിയും പരിപാടിയും കഴിഞ്ഞ് വേണം അവനും കഴിക്കാൻ കൊടുക്കാനായിട്ട്. ദേവുവിന് അതിന് മുന്നേ 8:15 ആകുമ്പോൾ ഇവിടുന്ന് പോയാലോ ദേവ് അങ്ങ് ചെല്ലുള്ളൂ. ദേവുവിന് പെട്ടെന്ന് പോകാനായിട്ട് ഒരുമാണ്. നിന്നൊരു ദേവുവിനെ ഒന്ന് കാണണം, ദേവുവിന് എല്ലാവരും ഒന്ന് മിണ്ടണം എന്നൊക്കെ. ദേവുവിന് 2 ദിവസമായിട്ട് ഭയങ്കര വിഷമം. മൗനമായിരുന്നു 2 ദിവസമായിട്ട്. ആരോടും മിണ്ടാൻ പറ്റുന്നില്ല. അതെ, ഉച്ചയ്ക്ക് ഇപ്പം അമ്മ അല്ലേ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ വർത്താനം പറയുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരോടും എനിക്ക് സംസാരിക്കാനായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നെ എല്ലാവരും തിരക്കുന്നുണ്ട്. ഒത്തിരി പേര് ചോദിക്കുന്നു ദേവ് എവിടെ, ദേവുവിന് എന്താ ജോലി എന്നൊക്കെ തിരക്കുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എല്ലാവരും ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. വിളിക്കും. അതുപോലെ ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഞങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒക്കെ. ആരെങ്കിലും വിളിച്ചവ എടുക്കാൻ മറന്നുപോയാൽ വേറെ ഒന്നും കൊണ്ടും അല്ല, കുഞ്ഞുവാവിയായിട്ടിരിക്കുന്നു. അതെ, ഞാനും കൂടി ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര പാടാണ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം വിളിച്ചിട്ട് എടുക്കാതിരിക്കുമ്പോൾ സകുടുംബത്തിലെ എല്ലാവർക്കും ജാട അഹങ്കാരം അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടോ, മലയാളത്തിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ അമ്മ വായിച്ചിട്ട് അമ്മ മറുപടി തരും. ഇംഗ്ലീഷിൽ അയക്കുവാണെങ്കിൽ, അതായത് മംഗ്ലീഷൊക്കെ അയക്കുവാണെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ വായിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ മെസ്സേജും ഞാൻ വന്നു കഴിഞ്ഞ് വായിക്കും, അതിന് മറുപടി വായിക്കും. അപ്പം ആർക്കെങ്കിലും വിളിച്ചിട്ട് തിരിച്ച് വിളിക്കാതെയോ അല്ലെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്ന് പരാതി ഉണ്ടെങ്കിൽ ഒന്നും തോന്നല്ല. ആ സമയങ്ങളിൽ അമ്മ തിരക്കായിരിക്കും. അല്ലെങ്കിൽ എല്ലാ കുളിയും ഇപ്പോൾ രാവിലെ ഒരാൾ വിളിച്ചു. അപ്പം ഞാനിവിടെ ഉണ്ട്. അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ മാറ്റി പിടിക്കാനോ എങ്ങനെയും ഒരു അവസരമുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. അല്ലാതെ ആർക്കൊന്നും തോന്നല്ലേ. അതുകൊണ്ട് നമുക്ക് രാവിലെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച് 8:15 ആയാലും ആരും കുടിച്ച് കാണത്തില്ല. ഞങ്ങൾ എന്തായാലും കുഴിക്കുക. അച്ഛനും മോനും കൊച്ചു വന്നു. അവനായിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് വെളിയിൽ നിൽക്കുന്നുണ്ട്. കുഞ്ഞുമാവെ എടുത്ത് വാതിക്കെ നിർത്തിയേക്കുക. അവനും പോകാൻ നേരമായി. അതിനിടയ്ക്ക് ഞങ്ങളൊന്ന് പെട്ടെന്നൊന്ന് കഴിക്കട്ടെ. എനിക്കൊള്ള രാവിലെ ദേവുവിന്റെ ഇഡ്ഡലി സാമ്പാർ കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും ഓടി വായോ കഴിക്കാം.